വർഷങ്ങളായി കേവലം 33 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾക്ക് ശേഷം നമ്മുടെ ട്രംപ് അവസാനം ഒരു യുദ്ധം ശരിക്കും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. പുള്ളി കുറെ നാളുകളായിട്ട് ഒരുപാട് അവകാശവാദങ്ങളെല്ലാം ഉന്നയിക്കുന്നു. പക്ഷെ തലേ ദിവസം ശരിക്കും ഒരു യുദ്ധം, അത് അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള ഒരു യുദ്ധം വർഷങ്ങളായി കേവലം 33 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള മീഡിയാസും ഒന്നും കവർ ചെയ്തില്ല. ഇപ്പൊ മലയാളമല്ല, നമ്മുടെ ഇന്ത്യൻ മീഡിയാസ് ആയാലും ഒരു മീഡിയാസും ഇതങ്ങനെ അധികം കവറേജ് ഇന്ന് പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഇതിനെ നെഗ്ലക്ട് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ അസർബൈജാൻ അർമേനിയൻ തമ്മിലുള്ള യുദ്ധം പണ്ട് തുടങ്ങിയതാണ്. സോവിയറ്റ് യൂണിയന്റെ ഡിസൻറ്റഗ്രേഷൻ തകർന്നതിന് ശേഷം മുതലേ തുടങ്ങിയ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്തെ കുറിച്ച് തുടങ്ങിയ ഒരു തർക്കമാണ്. മെയിൻലി ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്രപരമായി അസർബൈജാന്റെ ആണെങ്കിലും അവിടെ കൂടുതലും ജീവിക്കുന്ന ആരാണ്? അർമേനിയക്കാരാണ്. അപ്പോഴങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരു യുദ്ധമാണ്. അത് പല പല സ്റ്റേജുകളിലൂടെ പോയി ഒരു സീസ് ഫയർ അഗ്രി ചെയ്തതാണ്. പക്ഷെ അതും സക്സസ് ആയില്ല. പിന്നെ 2000-ത്തിന് ശേഷം മുതൽ തന്നെ പിന്നെയും കംപ്ലീറ്റ് യുദ്ധങ്ങളാണ്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് കംപ്ലീറ്റ് ഒരു അന്ത്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ US കൂടെ ഇടപെട്ടുകൊണ്ട് അസർബൈജാനും അർമേനിയയും തമ്മിൽ ഒരു പീസ് ഡീലിലേക്ക് ഒപ്പുവയ്പ്പിച്ച് രണ്ട് രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നമ്മുടെ വൈറ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ച് അവരെ ഒരുമിച്ച് കൈകൊടുത്ത് പുള്ളി അങ്ങനെ അവസാനമായിട്ട് ശരിക്കുമായിട്ട് കുറെ അവകാശവാദങ്ങൾക്ക് ശേഷം ഒരു യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്.